السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയ സഹോദരന്മാരെ, വിശുദ്ധ റമദാൻ 14 എത്തി നിൽക്കുകയാണ്. ഓരോ ദിവസവും വളരെ വേഗത്തിൽ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോവുകയാണ്. ഏതാണ്ട് ഈ മാസം പകുതിയിലെത്തി നിൽക്കുമ്പോൾ എത്രത്തോളം ഈ കഴിഞ്ഞു പോയ ദിവസങ്ങളെ പ്രയോജനപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന ഒരു വീണ്ടും വിചാരമാണ് നമുക്കെപ്പോഴും ഇപ്പോഴും ഉണ്ടാകേണ്ടത്. അള്ളാഹു അവൻ സ്വീകരിക്കുന്ന നോമ്പുകാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. റമദാനുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ഈ നസീഹത്തിൽ സക്കരിയ അലൈഹിസ്സലാം അള്ളാഹുവോട് നടത്തിയ ഒരു പ്രാർത്ഥനയും അതിന് അള്ളാഹു നൽകിയ മറുപടിയുമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ അംബിയായിലെ 89-90 ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 89-ാമത്തെ ആയത്ത്, വസ്സക്കരിയ ഇദ് നാദാ റബ്ബഹു റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ ഫസ്തജബ്നാ ലഹു വവഹബ്നാ ലഹു യഹ്യാ വഅസ്ലഹ്നാ ലഹു സൗജഹു ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദ്ഊനനാ റഗബൻ വറഹബൻ വകാനൂ ലനാ ഖാശിഈൻ എന്നാണ്. അഥവാ നമുക്കൊക്കെ അറിയാം, സക്കരിയ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായി പ്രാർത്ഥന നടത്തുന്നത് ജീവിതത്തിലെ ഒരു സായാഹ്ന വേളയിലാണ്. അസ്ഥികൾ ദുർബലമായി ജരാനരകൾ ബാധിച്ച് പിന്തുടർച്ചക്കാരുമില്ലാത്ത, മക്കളില്ലാത്ത, അനന്തരാവകാശികളില്ലാത്ത ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് പ്രതീക്ഷ ഒട്ടുമേ നഷ്ടപ്പെടാതെ അദ്ദേഹം അള്ളാഹുവിലേക്ക് ഒരു അപേക്ഷ വെക്കുന്നത്. അതിങ്ങനെയാണ്, വസക്കരിയ, അള്ളാഹു പറയാണ്, സക്കരിയ അലൈഹിസ്സലാം ഇദ് നാദാ റബ്ബഹു, അദ്ദേഹം തൻ്റെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിച്ച സന്ദർഭം വളരെ സ്മരണീയമാണ്. എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത്? റബ്ബി ലാ തദർനി ഫർദ, അള്ളാഹുവനി എന്നെ ഏകനായി വിടരുതേ, ഒറ്റക്കാക്കരുത് എന്നാണ്. കാരണം ഒരു അനന്തരാവകാശിയില്ലാത്ത, പിന്തുടർച്ചക്കാരനില്ലാതെ ഏകനായി എന്നെ നീ വിട്ടേക്കല്ലേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വഅൻത ഖൈറുൽ വാരിസീൻ, നീയാണല്ലോ അനന്തരാവകാശികളിൽ ഏറ്റവും ഉത്തമൻ എന്ന് പറഞ്ഞാൽ, ഒരു അനന്തരാവകാശി എനിക്ക് ലഭിച്ചില്ല എങ്കിലും ഞാൻ ഒട്ടും നിരാശപ്പെടില്ല. കാരണം ആര് ഇല്ലാതെയായി പോയാലും നിലനിൽക്കുന്ന ഒരേ ഒരു ശക്തി ആരാണ്? നീ മാത്രമാണ്. എനിക്കതിൽ ദുഃഖമില്ല, പ്രയാസമുണ്ടാവില്ല. എന്നാലും ഈ അവസ്ഥയിൽ എൻ്റെ ഈ ദഅവത്ത് ഏറ്റെടുക്കാൻ ഒരു പിൻഗാമിയില്ലാതെ മരണപ്പെട്ടു പോവുക എന്നത് എന്നെ ഏറെ വേദനിപ്പിക്കുന്നു എന്ന് അദ്ദേഹം അള്ളാഹുവിൻ്റെ മുമ്പിൽ വെക്കുകയാണ്. ആ സമയത്ത് അള്ളാഹു പറയാണ്, ഫസ്തജബ്നാ ലഹു, അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി. വവഹബ്നാ ലഹു യഹ്യാ, യഹ്യ എന്ന മകനെ അദ്ദേഹത്തിന് നാം നൽകുകയും ചെയ്തു. പുത്രനെ നൽകുക മാത്രമല്ല, പേരും അള്ളാഹു ഇടുകയാണ് ചെയ്യുന്നത്. യഹ്യ എന്ന മകനെ നൽകി. വഅസ്ലഹ്നാ ലഹു സൗജഹു, അദ്ദേഹത്തിന് തൻ്റെ പത്നിയെ ഗർഭധാരണത്തിന് യോഗ്യയാക്കി അല്ലെങ്കിൽ പ്രാപ്തയാക്കുകയും ചെയ്തു. മറ്റൊരിടത്ത്
സൂറത്ത് മറിയമിൻ്റെ തുടക്കത്തിൽ സക്കരിയ അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥനയ്ക്ക് മധ്യേ അദ്ദേഹം എടുത്തു പറയുന്നൊരു കാര്യം, എൻ്റെ അസ്ഥികൾ ദുർബലമായി, എന്നെ ജരാന്തരകൾ ബാധിച്ചു, വംറഅതി ആഖിറൻ, എൻ്റെ ഭാര്യ വന്ധ്യയാണ്, ഇൻഫെർട്ടൈലാണ്, എന്താ പറയുക, പ്രസവിക്കാത്തവളാണ് എന്ന് എടുത്തു പറയുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ ആ കാര്യം പറയുന്നത്. പ്രസവിക്കാത്ത വന്ധ്യയായ അദ്ദേഹത്തിൻ്റെ പത്നിയെ പ്രസവയോഗ്യമാക്കുന്നു, ഗർഭധാരണത്തിന് യോഗ്യയായ പ്രാപ്തയായ ഒരു സ്ത്രീയാക്കി നാം മാറ്റി. എന്നിട്ട് അള്ളാഹു പറയുന്നൊരു കാര്യം നിങ്ങൾ കേട്ടോളൂ സഹോദരന്മാരെ. ഇന്നവും, തീർച്ചയായും അവർ, ആര്? സക്കരിയ അലൈഹി ഇസ്ലാമും അദ്ദേഹം ഉൾപ്പെടെയുള്ള കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാരും കാന യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകളിൽ അവർ ധൃതി പിടിച്ച് മുന്നേറുന്നവരായിരുന്നു. നന്മകൾ ചെയ്യാൻ വലിയ താല്പര്യമാണ്. ആ രംഗത്ത് മാത്സര്യ ബുദ്ധി അവർക്കുണ്ടായിരുന്നു. താൻ മികച്ചു നിൽക്കണം നന്മയിൽ എന്ന ആത്മാർത്ഥമായ, അത് കാണിക്കാനോ മറ്റുള്ളവരെ കേൾപ്പിക്കാനോ അല്ല, അള്ളാഹുവിൻ്റെ മുമ്പിൽ താൻ മികച്ചവനാകണം എന്ന ആ ഒരു വാശി അവർക്കുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, വയദഊനന, അവർ നമ്മോട് പ്രാർത്ഥിച്ചിരുന്നത് റഗബൻ വറഹബൻ. നോക്കൂ, ഈ രണ്ട് വാക്കുകൾ. റഗബൻ എന്ന് പറഞ്ഞാൽ ആശയോടെ, പ്രതീക്ഷയോടെയാണ്. കാരണം അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അവർക്കൊക്കെ വലിയ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയോടൊപ്പം തന്നെ വറഹബൻ, പേടിച്ചുമാണ് അവർ പ്രാർത്ഥിച്ചത്. കാരണം അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കും എന്ന പ്രതീക്ഷ ഉള്ളതോടൊപ്പം തന്നെ ചെയ്തു പോയ തെറ്റിൽ, പാപത്തിൽ, തിന്മയിൽ, വീഴ്ചകളിൽ അവർക്ക് അള്ളാഹുവെ പേടിയും ഭയവും ഉണ്ട്. എന്ത് നിലപാടാണ്, എന്ത് തീരുമാനമാണ് അള്ളാഹ് എടുക്കുക എന്ന. ഇതൊരു സത്യവിശ്വാസിക്ക് വേണ്ട ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഈ രണ്ട് ഗുണങ്ങൾ, ഒരേ സമയം പ്രതീക്ഷയും വേണം, ഭയവും വേണം. പ്രതീക്ഷ എന്താണ്? പടച്ചവൻ്റെ കാരുണ്യം കിട്ടുമെന്ന പ്രതീക്ഷയാണ്. ഭയം എന്താണ്? അള്ളാഹു ഈ പ്രാർത്ഥന സ്വീകരിച്ചില്ലെങ്കിൽ എൻ്റെ പാപം നിമിത്തം എന്നെ അവൻ ശിക്ഷിക്കുമോ എന്ന ഭയം. ഇത് രണ്ടും ഉള്ള അവസ്ഥയിൽ പ്രാർത്ഥിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. എന്ന് മാത്രമല്ല, വകാനൂ ലനാ ഖാശിഈൻ, അവരാകട്ടെ നമ്മോട് താഴ്മ കാണിക്കുന്നവരായിരുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ. 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സക്കരിയ അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിട്ട് അവരുടെ സവിശേഷതകളായി എടുത്തു പറഞ്ഞ 3 കാര്യങ്ങൾ. ഒന്നെന്താണ്? അവർ ഖൈറാത്തുകളിൽ, നന്മകളിൽ മുന്നേറുന്നവരും, ധൃതി പിടിച്ച് നന്മ ചെയ്യുന്നവരും, പിന്നെയോ പ്രതീക്ഷയോടെയും പേടിയോടെയും പ്രാർത്ഥിക്കുന്നവരും, വിനയമുള്ളവരും താഴ്മ ഉള്ളവരുമായിരുന്നു എന്നാണ്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരൊക്കെ അവർ മനുഷ്യരായിരുന്നു. അവർക്ക് അള്ളാഹുവിൻ്റെ വിനീത ദാസന്മാരാ. അവരിൽ ഒട്ടുമേ ദിവ്യത്വം ഇല്ലായിരുന്നു. ദിവ്യത്വത്തിൻ്റെ ഒരു ഛായ അവരിലുണ്ടായിരുന്നില്ല. അവർ മറ്റുള്ളവർക്ക് സന്താന ഭാഗ്യം നൽകുന്നവരായിരുന്നില്ല. മനസ്സിലായില്ലേ? സ്വയം സന്താനം ആഗ്രഹിക്കുമ്പോൾ, സന്താന ലബ്ധി ആഗ്രഹിക്കുമ്പോൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു ആര്? പ്രവാചകന്മാർ. ഇന്ന് പ്രവാചകന്മാരോട്, അള്ളാഹു അല്ലാത്തവരോട്, മഹാത്മാക്കളോട്, ശൈഖന്മാരോട്, ജിന്നു ബാധിച്ചവരോടൊക്കെ സന്താനലബ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അത്തരം കേന്ദ്രങ്ങളിൽ നേർച്ച വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് സക്കരിയ അലൈഹി ഇസ്ലാമിൻ്റെ മനം തൊട്ടുള്ള ഈ പ്രാർത്ഥനയെ നമ്മൾ കേൾക്കുന്നത്. അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നിട്ടും ഒരു സന്താനത്തിന് വേണ്ടി അദ്ദേഹം അള്ളാഹുവിൻ്റെ മുമ്പിൽ ആത്മാർത്ഥമായി, സ്വകാര്യമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. പരീക്ഷണങ്ങൾ നമുക്ക് മാത്രമല്ല കേട്ടോ. നാം ഇന്നലെ പറഞ്ഞതുപോലെ ഒരുപാട് പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടവരാണ് നമ്മൾ ജീവിതത്തിൽ. എപ്പോഴും സുഖമായി ജീവിച്ച് സന്തോഷത്തിൽ അങ്ങനെ കഴിഞ്ഞ് ആഹ്ലാദത്തിൽ മരിച്ചു പോകുന്ന പ്രകൃതമേ അല്ല നമ്മുടേത്. വലിയ വലിയ പരീക്ഷണങ്ങൾ നേരിടുന്നവർ അള്ളാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. പക്ഷെ പ്രവാചകന്മാരും വലിയ പരീക്ഷണങ്ങൾ നേരിട്ടവരാ. നിങ്ങൾക്കറിയാമല്ലോ, യൂനുസ് അലൈഹിസ്സലാം, അദ്ദേഹത്തെ അള്ളാഹു നിനേവ എന്ന ഒരു പട്ടണത്തിലേക്ക് ദഅവത്തുമായി അയച്ചത്. അദ്ദേഹം പ്രതീക്ഷിച്ചതിനപ്പുറത്ത് അവിടുത്തെ ജനങ്ങൾ ആ ദഅവത്ത് ഉൾക്കൊള്ളാൻ ഒട്ടുമേ തയ്യാറായിരുന്നില്ല.
അദ്ദേഹം കുപിതനായി. ആ ജനങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് വലിയ നിരാശ ഉണ്ടായി. അള്ളാഹു പറയുന്നുണ്ട്, ഇദ്ദഹബ മുഗാളിബൻ വദന്നൂൻ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു പേരുണ്ട്. മത്സ്യക്കാരൻ എന്ന അതിൻ്റെ അർത്ഥം ദന്നൂൻ. മത്സ്യക്കാരൻ എന്ന് പേര് വരാൻ കാരണം മത്സ്യത്തിൻ്റെ വയറ്റിൽ അദ്ദേഹം അകപ്പെട്ടു എന്നതുകൊണ്ടാണ്. വദന്നൂൻ ഇദ്ദഹബ മുഗാളിബൻ, ഇത് പറയുന്നതിൻ്റെ തൊട്ടു മുമ്പ് അള്ളാഹ് പറയുന്നൊരു കാര്യമാണത്. സക്കരിയ അലൈഹി ഇസ്ലാമിൻ്റെ കാര്യം പറയുന്നതിൻ്റെ തൊട്ടു മുമ്പ് അദ്ദേഹം കുപിതനായിട്ട് അങ്ങ് പോയി, ദേഷ്യം പിടിച്ചിട്ട്. ഫളന്ന അല്ലൻ ഖദിറ അലൈഹി, അദ്ദേഹം വിചാരിച്ചു അദ്ദേഹത്തെ പിടിക്കാൻ നമുക്ക് കഴിയില്ല എന്ന്. നാം പിടികൂടില്ല എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. ആ ജനതയെ ഉത്തരവാദം ഏൽപ്പിക്കപ്പെട്ട ജനവിഭാഗത്തെ അവഗണിച്ച് അദ്ദേഹം അങ്ങ് പോയപ്പോൾ കടലിൽ നിന്ന് അദ്ദേഹം വെള്ളത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അല്ലേ? മത്സ്യത്തിൻ്റെ വയറ്റിലായി. വലിയ പരീക്ഷണം ഒരു പ്രവാചകനായിരുന്നിട്ടും അദ്ദേഹം അനുഭവിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വലിയ ദൃഢനിശ്ചയമുള്ളവരൊക്കെയാണെങ്കിൽ തന്നെയും ഒരു ചെറിയ തിന്മ അവരിൽ നിന്ന് സംഭവിച്ചാൽ അള്ളാഹു പിടിക്കുമെന്നതിൻ്റെ വലിയ ഉദാഹരണമാണിത്. അവിടെ വെച്ച് അദ്ദേഹം ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. അതാണ് ഇതിലേറ്റവും പ്രധാനം. ആ യൂനുസ് അലൈഹിസ്സലാം സമുദ്രത്തിലെ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് വനാദ ഫില്ലുലുമാത്ത്, ഇരുട്ടുകൾക്കുള്ളിൽ നിന്ന് അദ്ദേഹം അള്ളാഹുവിനെ വിളിക്കുകയാണ്. എന്താ ഇരുട്ടുകൾ എന്ന് പറഞ്ഞാൽ? രാത്രിയുടെ ഇരുട്ടവിടെയുണ്ട്, സമുദ്രജലത്തിൻ്റെ ഇരുട്ടവിടെയുണ്ട്, അതിനുള്ളിലെ മത്സ്യത്തിൻ്റെ ആമാശയമാകുന്ന ഇരുട്ടും അദ്ദേഹം അനുഭവിക്കുകയാണ്. അത് വല്ലാത്ത അല്ലേ ഒരവസ്ഥയാണ്. ആ അവസ്ഥയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം വിളിക്കുന്നത് അല്ലാ ഇലാഹ ഇല്ല അന്ത, കാര്യം അല്ലാഹുവേ നീ അല്ലാതെ മറ്റൊരു ഇലാഹുമേ ഇല്ല. സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണ്. ഇന്നി കുന്തു മിനൽ-ളാലിമീൻ, ഞാൻ അക്രമികളിൽ പെട്ടുപോയി എന്ന് അദ്ദേഹം തിരിച്ചറിയുന്ന അപ്പോഴാണ്. അവിടെ വെച്ച് ആത്മാർത്ഥമായിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കാൻ, മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിന്, രക്ഷപ്പെടുത്താൻ മറ്റാരുമേ ഇല്ല എന്ന തികഞ്ഞ ബോധ്യം അദ്ദേഹത്തിനുണ്ട്. ആ സന്ദർഭത്തിലാണ് അള്ളാഹു പറയുന്നത്, ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗമ്മി. കേട്ടോ, ആ പ്രാർത്ഥനക്ക് അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി. അദ്ദേഹം അകപ്പെട്ട ഗമ്മ്, ആ സങ്കടത്തിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന് അദ്ദേഹത്തെ നാം രക്ഷിക്കുകയും ചെയ്തു എന്ന് അള്ളാഹു പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരബദ്ധം സംഭവിച്ചാൽ ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ച് അവൻ്റെ ശിക്ഷയെ ഭയന്ന് വിനയാന്യതനായി പ്രാർത്ഥിക്കാൻ മുന്നോട്ട് വരുമ്പോൾ അള്ളാഹ് സ്വീകരിക്കും എന്നതിൻ്റെ ഒരു മാനം, ഉദാഹരണം കൂടിയാണിത്. അതോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൊട്ടപ്പുറത്ത് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാര്യം പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രവാചകന്മാരൊക്കെ മനുഷ്യന്മാരാണ്. മനുഷ്യന്മാരൊക്കെ സംഭവിക്കുന്നതൊക്കെ അവർക്കും സംഭവിക്കും. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് രോഗം ബാധിച്ചു, കലശലായ രോഗമായിരുന്നു അത്. അല്ലേ? അദ്ദേഹത്തിന് എല്ലാവരെയും നഷ്ടപ്പെടുവാണ്. ആ സന്ദർഭത്തിലാണ് അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു പ്രാർത്ഥന നടത്തുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? സക്കരിയ അലൈഹി ഇസ്ലാം സ്വന്തം കുഞ്ഞിന് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു. അല്ലേ? പ്രവാചകനായിരുന്നിട്ടും പ്രാർത്ഥന അള്ളാഹുവോട്. പ്രവാചകന് മറ്റുള്ളവർക്ക് കുട്ടികളെ കൊടുക്കാൻ കഴിയില്ല. ഇവിടെ അയ്യൂബ് അലൈഹി ഇസ്ലാം രോഗബാധിതനാണ്. അയ്യൂബ് അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവോടാണ്. എന്ന് പറഞ്ഞാൽ അയ്യൂബ് അലൈഹി ഇസ്ലാമിന് മനുഷ്യന്മാരുടെ രോഗം ശിഫയാക്കാൻ കഴിയില്ല. രോഗം ശിഫയാക്കുന്നവനല്ല, മറിച്ച് രോഗമുണ്ടാകുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ് പ്രവാചകന്മാർ. അദ്ദേഹം പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, വയ്യൂബൈദ്നാദ റബ്ബഹു അന്നി മസ്സനിയൽ ദുർ, അള്ളാഹുവേ എന്നെ ദുർറ് ബാധിച്ചിരിക്കുന്നു. എന്താ ദുർറ്? വലിയ വിപത്ത്. അല്ലേ? അള്ളാഹുവിനോട് ആ പ്രാർത്ഥന ആത്മാർത്ഥമായി അയ്യൂബ് അലൈഹിസ്സലാം നടത്തിയപ്പോൾ അള്ളാഹ് പറയാണ്, ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ദുർറ്, അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥന നാം സ്വീകരിച്ചു. അദ്ദേഹത്തെ ബാധിച്ച ആ ദുർറുണ്ടല്ലോ, കഷ്ടപ്പാട്, നാം നീക്കുകയും ചെയ്തു എന്ന് അള്ളാഹ് പറയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അള്ളാഹുവിൻ്റെ എല്ലാ പ്രവാചകന്മാരും അല്ലേ ഏകദൈവ വിശ്വാസത്തിൻ്റെ തൗഹീദിൻ്റെ വക്താക്കളായിരുന്നു എന്നും അവരുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും പ്രശ്നവും അള്ളാഹുവിൻ്റെ മുമ്പിലല്ലാതെ മറ്റാരുടെ മുമ്പിലും അവർ സമർപ്പിച്ചിരുന്നുമില്ല എന്ന വ്യക്തമായ പാഠമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അവരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനകളിൽ ആവശ്യങ്ങളുടെ ഒരു ലിസ്റ്റ്
അള്ളാഹുവിൻ്റെ മുമ്പിൽ അങ്ങ് സമർപ്പിക്കുകയായിരുന്നില്ല അവർ. നമ്മളങ്ങനെയല്ലേ? നമ്മുടെ വിഷയങ്ങൾ പലപ്പോഴും ഒരു ചെറിയ വട്ടത്തിലാണ് അല്ലേ? അത് ഞാനും എൻ്റെ ഭാര്യ, എൻ്റെ മക്കളും, എൻ്റെ കുടുംബവും, എൻ്റെ ജോലിയും, എൻ്റെ ബാങ്ക് അക്കൗണ്ടും അതിലങ്ങ് ഒതുങ്ങിപ്പോകുന്നുണ്ട്. പലപ്പോഴും നമ്മളുമായി ബന്ധപ്പെട്ട ഒരു താവട്ടത്തിൽ ഒതുങ്ങിയിരിക്കുന്ന പ്രാർത്ഥനയാണ്. പക്ഷെ അവരുടെ അങ്ങനെയായിരുന്നില്ല. അവർക്ക് അത് ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ ഒരു ശൈലിയുണ്ട്. നിങ്ങൾ നോക്കൂ, സക്കരിയ അലൈഹിസ്സലാം മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കുട്ടി ഉണ്ടാവുമോ? കുട്ടി ഉണ്ടാവില്ല അല്ലേ? ജീവിതത്തിൻ്റെ ഒരു സന്ധ്യാസമയത്ത് ജരാനരകൾ ബാധിച്ച് വൃദ്ധനായിരിക്കുമ്പോൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന് ബോധ്യമുണ്ട്, ഇവിടെ ഞാൻ ലാബ് റിപ്പോർട്ട് നോക്കേണ്ടതില്ല എന്ന്. മനസ്സിലായില്ലേ? സക്കരിയ നബി അലൈഹി ഇസ്ലാമിന് അങ്ങനെയാണ് കിട്ടുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അങ്ങനെയാണ് കിട്ടുന്നത്. അവർ ലാബ് റിപ്പോർട്ട് നോക്കിയിട്ടല്ല, ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ മുമ്പിൽ അങ്ങ് സമർപ്പിക്കുകയാണ് അല്ലേ? അപ്പോൾ പ്രാർത്ഥന മാത്രം പോരാ, നേരത്തെ പറഞ്ഞ യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകൾ ഒരുപാട് ചെയ്യുക. അതോടൊപ്പം തന്നെ വളരെ ആശയും ഭയവും, ആശിച്ചും പേടിച്ചും പ്രതീക്ഷിച്ചും ഭയപ്പെട്ടും നമ്മൾ കാര്യങ്ങൾ അവരുടെ മുമ്പിൽ വെക്കുക, അള്ളാഹുവിൻ്റെ മുമ്പിൽ വെക്കുക. അതോടൊപ്പം തന്നെ ഖുശൂ, വിനയാന്വിതമായ ഭാവം, അങ്ങേയറ്റത്തെ താഴ്മ നമുക്കുണ്ടാവണം. ഇങ്ങനെ ഇഖ്ലാസോടുകൂടി പ്രാർത്ഥിക്കുമ്പോഴാണ് യഥാർത്ഥ കണക്ഷൻ ഉണ്ടാകുന്നത്. നോമ്പ് 14 ഈ തുറക്കാൻ നേരത്ത് എത്തി നിൽക്കുമ്പോൾ നാം നമ്മോട് ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യം, നമ്മുടെ പ്രാർത്ഥനകൾ കേവലം അധര വ്യായാമം അല്ലേ, അർത്ഥമില്ലാത്ത ചില വാചകങ്ങൾ മാത്രമാണോ? അല്ല, മനം തൊട്ട് അള്ളാഹുവോടുള്ള അഭ്യർത്ഥനയാണോ എന്ന് ചോദിക്കേണ്ടുന്ന സന്ദർഭമാണ്. അള്ളാഹു സ്വീകരിക്കുന്ന പ്രാർത്ഥനകളിൽ നമ്മുടെയും പ്രാർത്ഥന ഉൾപ്പെടുത്തുമാറാവട്ടെ. തികഞ്ഞ തൗഹീദി നിലപാടോടുകൂടി അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രമേ സമർപ്പിക്കാനുള്ളൂ. അവൻ മാത്രമാണ് വലിയും നസീറും, അവൻ മാത്രമാണ് സഹായത്തിൻ്റെ ഉറവിടം എന്ന ബോധ്യത്തിൽ അവൻ്റെ മുമ്പിൽ കാര്യങ്ങൾ വെക്കുക, നന്മകൾ വർദ്ധിപ്പിക്കുക, ആശയും പ്രതീക്ഷയും ഒപ്പം പേടിയും ഉള്ള പ്രാർത്ഥന നടത്തുക, റബ്ബിൻ്റെ മുമ്പിൽ വിനയാന്യതരായി തീരുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മേഖലയിലുണ്ടായ യുദ്ധസമാനമായ യുദ്ധാന്തരീക്ഷം നീക്കി സർവർക്കും അള്ളാഹു സമാധാനവും രക്ഷയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവെ, വിപത്തുകൾ നീ നീക്കണമേ റഹ്മാനെ. ഒരുപാട് ആളുകൾ ലക്ഷങ്ങൾ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമാണ്. യുദ്ധാന്തരീക്ഷം നീക്കി ഏവർക്കും സമാധാനവും സുസ്ഥിരതയും സന്തോഷവും നീ നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. കുടുങ്ങിപ്പോയവർക്കെല്ലാം ലക്ഷ്യസ്ഥാനത്തെത്താനുള്ള വഴി അള്ളാഹുവെ നീ തുറക്കണമേ റഹ്മാനെ. നിനക്കല്ലാതെ സഹായിക്കാൻ കഴിയല്ല, നിനക്കല്ലാതെ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ഒരു തുറവി തരാൻ സാധ്യമല്ല. അതുകൊണ്ട് നീ നിരപരാധികളെ നീ കാക്കണമേ റഹ്മാനെ. ളാലിമീങ്ങളെ നീ പരാജയപ്പെടുത്തണമേ അല്ലാഹ്. എല്ലാവർക്കും ഹൈറും സന്തോഷവും സമാധാനവുമുള്ള ഒരു ചുറ്റുപാട്, ഒരു സാഹചര്യം നീ പ്രദാനം ചെയ്യണമേ അല്ലാഹ്. സുഖമില്ലാത്തവർക്ക് നീ ശിഫ നൽകണമേ റഹ്മാനെ. മരണപ്പെട്ടു പോയി ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉറ്റവർ, ഉടയവർ, അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണമേ റഹ്മാനെ. നരകമോചനം സിദ്ധിക്കുന്നവരിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. ഈ റമദാന് കൊണ്ടും ലൈലത്തുൽ ഖദർ കൊണ്ടും വിജയിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.